നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ സ്റ്റഡി ലിങ്ക്സ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മുടെ ചാപ്റ്റർ നമ്മളിങ്ങനെ വായിച്ച് പോയ സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ? അത് നമുക്ക് ആദ്യം അതിലേക്ക് പോകാം. വൈൽ വി റീഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിൽ ആദ്യം ഹൗ ഡിഡ് ദ സ്പീക്കേഴ്സ് വിസിറ്റ് ടു സ്റ്റോക്ക്ഹോം ഡിഫർ ഫ്രം ഹെർ ഏർലിയർ വിസിറ്റ്? നേരത്തെയുള്ള വിസിറ്റ് നിന്ന് ഇപ്രാവശ്യം പോയത് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ കാർത്തിക് വായിക്കും. The earlier visit of the speaker to Stockholm was intended for something difficult such as to write examinations, but now she has come to receive the Nobel Prize in Literature. നേരത്തെയുള്ള വിസിറ്റുകളൊക്കെ എക്സാം എഴുതാൻ പോലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്രാവശ്യം അവര് നോബൽ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. Okay, we'll go to the next one, B. How do you spend time when you go on a long journey? അത് നിങ്ങളോടുള്ള ചോദ്യമാണ് കേട്ടോ, കുട്ടികളോടുള്ള ചോദ്യമാണ്, ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമല്ല. നിങ്ങൾ ഒരു യാത്ര, ലോങ് ജേർണി, നീണ്ട യാത്രകളൊക്കെ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സമയം സ്പെൻഡ് ചെയ്യാറ്? കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ലോങ് ജേർണി പോലെ അപ്പോൾ ഒരുപാട് സമയം ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ എഴുതാം. ഒരു ഉദാഹരണം, എക്സാമ്പിൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അത് നോക്കിയോ. I go on a long journey. I spend time either by reading books or listening to music. പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യും, മ്യൂസിക് കേൾക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണം എഴുതാം. പുറത്ത് കാഴ്ചകൾ കണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്താ നിങ്ങൾക്ക് ഉള്ള ആൻസറോടെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് തേർഡ് വൺ, സി. ഐ തോട്ട് ഓഫ് മൈ ഫാദർ ആൻഡ് ഫെൽറ്റ് എ ഡീപ് സോറോ. ഞാൻ ഫാദറിനെ കുറിച്ച് ചോദിച്ചു, ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നു. വൈ വാസ് ഷി സാഡ് അറ്റ് ദ തോട്ട് ഓഫ് ഹെർ ഫാദർ? അച്ഛനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടാണ് വിഷമം വന്നത്? She was sad at the thought of her father because he was no longer alive to see her receiving the Nobel Prize. Father was no longer അല്ലേ? ഫാദർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. എന്തിന്? ഇപ്പൊ അവളെ നോബൽ പ്രൈസ് നമ്മുടെ കിട്ടുന്ന കാണാൻ വേണ്ടി ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ടാണ് വിഷമം വന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഡി. The coaches no longer seem to run on rails and sleepers but glide into space. നമ്മുടെ ട്രെയിനില്ലേ, കോച്ചസ് എവിടെയാണ്? റെയിലിൽ കൂടെ പോകല്ല, പക്ഷെ എന്താണ്, ഗ്ലൈഡ് തെന്നി പോവുകയാണ് സ്പേസിൽ കൂടെ എന്ന് പോലെ തോന്നി. വൈ ഡസ് ദ സ്പീക്കർ ഫീൽ സോ? എന്തുകൊണ്ടാണ് സ്പീക്കർക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം? While traveling in the train, the speaker envisions a significant moment in her life with her departed father. She begins to daydream. She feels that the coaches of the train are no longer on the rails but glide into space. She feels that she is not on earth. She is not on earth. ഭൂമിയിൽ അല്ലാത്ത പോലെ തോന്നി. എന്തുകൊണ്ട്? ട്രാവലിൽ പോകുമ്പോൾ അവര് ജീവിതത്തിലെ കാര്യങ്ങൾ ഡിപ്പാർട്ട് ചെയ്ത, അവരെ പിരിഞ്ഞു പോയ ഫാദറിനെ കുറിച്ച് ആലോചിച്ചു. ഒരുപാട് ഡേ ഡ്രീംസ്, ദിവാസ്വപ്നങ്ങൾ കാണുമായിരുന്നു. അതുകൊണ്ടാണ് ട്രെയിൻ അങ്ങനെ ഒഴുകി പോവാണ് എന്ന്, ഗ്ലൈഡ് ചെയ്ത് പോകുന്ന പോലെ തോന്നിയത്. അടുത്ത ഇ. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റൈറ്റേഴ്സ് ഫാദർ? ഫാദറിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. അത് നിങ്ങൾക്ക് തോന്നിയ എന്താണ് ഫാദറിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്? Her father is a very caring and considerate person. Moreover, he seems to be a knowledgeable person because he reads a lot. ഭയങ്കര കെയറിംഗ് ആയിട്ടും കൺസിഡറേറ്റ് പേഴ്സൺ ആണ് തോന്നുന്നുണ്ടല്ലേ? അതാണ് ശ്രദ്ധിക്കുന്ന ആളെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ നല്ല വിവരം, അറിവുള്ള ആൾ, നോളജബിൾ പേഴ്സൺ, ബിക്കോസ് അയാൾ ഒരുപാട് വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് അറിവുള്ള ആളും വായിക്കാനും സാധ്യതയുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ്. നിങ്ങളടുത്ത് ഒരു ഉപദേശം ചോദിക്കാൻ വന്നതാണ്. What advice does the speaker request of her father? എന്ത് ഉപദേശമാണ് നമ്മുടെ ഫാദറിനോട് ചോദിക്കുന്നത്? എന്താണ്? The speaker requests her father to advise her on how she can pay her debts. എങ്ങനെയാണ് how she can pay her debts, എങ്ങനെയാണ് കടങ്ങളൊക്കെ വീട്ടാൻ പറ്റുക എന്നുള്ള ഒരു അഡ്വൈസ്, ഉപദേശമാണ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അടുത്തത് ജി. A look of wonder will come into his eyes. കണ്ണിലേക്ക് ഒരു അത്ഭുതം വരും. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇസ് ദ റീസൺ ഫോർ ചേഞ്ച് ഓഫ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ ചേഞ്ചിന് കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? People often speak about debt of money, but here the speaker talks about a debt that she owes to her father. It was he who played piano and sang Bellman songs for them and let the children read the books. When she said this, a look of wonder came into her father's eye. അതാണ് കാരണം. സാധാരണ പണത്തിന്റെ കടത്തെ കുറിച്ചാണ് പറയുക. ഇവിടെ എന്താണ് സ്പീക്കർ പറയുന്നത്?
ഫാദറിന് കൊടുക്കാനുള്ള ചില കടങ്ങൾ, വീട്ടാനുള്ള ചില കടങ്ങൾ അല്ലെ. ഇറ്റ് വാസ് ഹി ഹു പേഡ് പിയാനോ, പാട്ട് പഠിപ്പിച്ചു, സോങ്സ് പഠിപ്പിച്ചു അല്ലെ, കുട്ടികളെ പുസ്തകം വായിക്കാൻ പഠിപ്പിച്ചു, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. ആ വണ്ടറിലാണ് എന്ത് ചെയ്യുക, എക്സ്പ്രഷന്റെ ചേഞ്ച് ഉണ്ടാവാൻ കാരണം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് there is poetry in hard rocks and black forest state prisons? ഹാർഡ് റോക്ക് അല്ലെ, വലിയ പാറകളിലും കൊടും കാടുകളിലും പോയട്രി ഉണ്ടോ, കവിതയുണ്ടോ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കാരണം എന്ത്? വായിക്കും. Yes, there is poetry in the hard rock and the black forests, because one who loves nature will marvel at its wonders. എന്തൊക്കെയാണ് അവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ ആൻസർ അല്ലേ. കാരണം അവിടെയൊക്കെ എന്താണ്, പ്രകൃതിയെ സ്നേഹിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാവുന്നത്. There were vagabonds and old men and women who used to tell fairy tales and sing folk songs about water spirits and trolls, which were the characters in mythology, who lived on hard rocks and in black forests. നമ്മുടെ ആ ചാപ്റ്ററിൽ വന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. പ്രായമായവര് കഥ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഫെയറി ടെയിൽസ് അല്ലെ, കഥകൾ, നാടൻ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും വാട്ടർ സ്പിരിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെയാണ്, അതുകൊണ്ടൊക്കെയാണ് എന്ത് പറയുന്നത്, ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ തന്നെ നമുക്ക് ഒരുപാട് കവിത ഉണ്ട് എന്ന് നമുക്ക് തോന്നാനുള്ള കാരണം അതാണ്. അടുത്ത, ഹൗ ഡസ് സെൽമസ് ഫാദർ കൺസോൾ ഹർ? എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? സെൽമയുടെ ഫാദർ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക? Father consoles her, saying, "Never fear, child. There is a remedy for your trouble." ഒരിക്കലും പേടിക്കേണ്ട കുട്ടി, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞ അതേ സെന്റൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഐ ഓഫ് ദം ഗ്രാറ്റിറ്റ്യൂഡ് ഫാദർ both for their praise and for their censure. എന്തിനൊക്കെ? പ്രശംസകൾക്കും വിമർശനങ്ങൾക്കും, ക്രിട്ടിസൈസ് ചെയ്യുന്നതിനും. സെൻഷർ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശിക്കുക. വൈ ഈസ് ദ സ്പീക്കർ താങ്ക്ഫുൾ? എന്തുകൊണ്ടാണ് സ്പീക്കർ നന്ദി ഉണ്ടായിരിക്കുന്നത്? എന്തിനാ? ഈവൻ ടു ദോസ് ഹു ക്രിട്ടിസൈസ് ഹർ, അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെയും എന്തിനാണ് നന്ദി? സാധാരണ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നന്ദി പറയാം, പക്ഷെ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരേക്കും നന്ദി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നന്ദി പറയുന്നതാണ് ചോദ്യം. The speaker is thankful even to her criticizers because they help her to correct the mistakes and refine her writing. അതാണ് കാരണം. എന്തുകൊണ്ടാണ് താങ്ക്ഫുൾ ആവുന്നത്? ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൊണ്ടാണ് മിസ്റ്റേക്കുകളൊക്കെ അല്ലെ, തെറ്റുകളൊക്കെ തിരുത്തി റിഫൈൻ ചെയ്യാൻ, കുറച്ച് നന്നാക്കാൻ, എഴുത്തുകളൊക്കെ നന്നാക്കാൻ സാധിക്കുന്നത് ഈ അവരെ ക്രിട്ടിസൈസ്, കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ അതിൽ നിന്ന് അവർക്ക് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഒക്കെ, വാട്ട് ഡു യു തിങ്ക് മേക്സ് ഫാദർ ലെസ് കാം? ഫാദർ ലെസ് കാം ആയിട്ടിരിക്കാൻ കാരണം എന്താണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? Hearing all about her debts to her readers, especially those who criticized her, makes her father less calm. അത് കേട്ടപ്പോഴാണ് ഫാദർ ഭയങ്കര ലെസ് കാം ആയിട്ടുള്ളത് വരാൻ കാരണം അത് തന്നെയാണ് അല്ലെ. റീഡേഴ്സിനോടുള്ള പറഞ്ഞ കാര്യം, അവരെ എന്താണ് കടം, ഡെബ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ലെസ് കാം ആയത്. അടുത്ത, ഹൗ ഡിഡ് യുവർ ഫ്രണ്ട്സ് ആൻഡ് റീഡേഴ്സ് contribute to Selma's Lagerfors journey to the Nobel Prize? അല്ലേ, എന്താണ് അവിടെ ജേർണി, യാത്ര, എന്താണ് ആ യാത്രയ്ക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തെന്നാണ് ഫ്രണ്ട്സും റീഡേഴ്സും വായനക്കാരും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്? Her friends and readers tried to open doors for her, dare to believe in her. Their praise and censure helped her to get the honors and distinctions. അവർക്ക് ഹോണർ കിട്ടാൻ കാരണം ഈ പറഞ്ഞ എന്താണ്, അവരുടെ പ്രൈസുകളും സെൻഷറും ഒക്കെ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മൾ ആൻസർ ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ സെന്റൻസും അതേ വേർഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്തത്, ഹൗ ഡസ് ഫാദർ റെസ്പോണ്ട് വെൻ ഹി ഡിസ്കവേഴ്സ് ഹിസ് ഡോട്ടേഴ്സ് ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ്? ഡോട്ടറുടെ ഏറ്റവും വലിയ കടം മനസ്സിലാക്കിയപ്പോൾ, ഡിസ്കവർ ചെയ്തപ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്നുള്ളതാണ്. When he discovers his daughter's biggest debt, the Academy Award, her father becomes so happy that every wrinkle in his face trembles and tears come into her eyes. Same sentence നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. wrinkle അല്ലേ, മുഖത്തെ ചുളിവുകൾ, wrinkle ചുളിവുകൾ, face trembles and tears came. കണ്ണിന് എന്ത് ചെയ്തു? കണ്ണുനീര് വന്നു, സന്തോഷമുള്ള കണ്ണീരാവും അല്ലെ. അക്കാഡമി അവാർഡ് കിട്ടുന്ന കാര്യം അറിഞ്ഞപ്പോൾ, അതാണ് ഏറ്റവും വലിയ ഡെപ്റ്റ്. അടുത്തത്, ഹൗ ഷാൽ ഐ റീപേ ദിസ് ഡെപ്റ്റ്? ഈ കടം എങ്ങനെ ഞാൻ തിരിച്ചു വീട്ടും? വാട്ട് ഡസ് സെൽമാസ് മീൻ? എങ്ങനെയാണ്, എന്താണ് സെൽമ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Selma is overwhelmed with gratitude to the Academy for their trust in her and their sincere effort to single her put before the whole world. Selma is overwhelmed. Overwhelmed എന്ന് പറഞ്ഞാൽ എന്താണ്?
വളരെയധികം ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെ ഭാരം കൊണ്ട് ക്ഷീണിക്കുക എന്തൊക്കെയോ ഭയങ്കരമായ ഭാരമല്ലേ ഒരു വീണ്ടും വീണ്ടും അവാർഡുകൾ കിട്ടുന്നതും എല്ലാം അവർക്ക് വരുന്ന ഒരു ഭാരമാണ് ശരിക്കും അത്രയും ക്ഷീണിതയാവുകയാണ് അല്ലെങ്കിൽ അല്ലെ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് അർത്ഥം വരുന്നത് ഓവർവെൽംഡ് ആണ് അവർ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് മറ്റുള്ള ടു ദ അക്കാഡമിയോടുള്ള നന്ദിയുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഫോർ ദർ ട്രസ്റ്റ് അവർ വിശ്വസിച്ചു ഇൻ ഹർ ആൻഡ് ദർ സിൻസിയർ എഫോർട്ട് അവരെ ഒറ്റയ്ക്ക് നിർത്താനല്ലേ എയർപോർട്ട് ബിഫോർ ലോകത്തിന് മുന്നേ കാരണം ഒരു ലിറ്ററേച്ചർ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ ആ വർഷം കിട്ടുന്ന ഒറ്റ ഒരു വ്യക്തി കിട്ടുന്ന കാര്യമാണ് അല്ലേ പ്രത്യേകിച്ച് ഇവർ ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്ന ലേഡി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് തന്നെ അവർക്ക് അങ്ങനെ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിലാണ് ഒരു ഇത്രയും പ്രശ്നങ്ങൾ തോന്നായി ഹൗ ഐ റീപേ ദീസ് ഓൾ ഡെപ്റ്റ് കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും എന്നുള്ള നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ അത്രയാണ് അതിൽ ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടുള്ളത് ഇനി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം വരെ ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്ന പാട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ എടുക്കുക അവിടെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ആൻസർ ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ജേർണി ബൈ ട്രെയിൻ എന്താണ് ട്രെയിനിലെ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു ദ നറേറ്റേഴ്സ് തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻ അവിടെ നറേറ്ററുടെ ചിന്തയും ഇല്ലേ ചിന്തയുമായിട്ട് എങ്ങനെയാണ് പ്രതിഫലനമൊക്കെ ആയിട്ട് എങ്ങനെയാണത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ഒന്ന് വായിക്കുക വാർത്തി The train journey symbolizes her journey to her past life in which Selma thankfully remembers the contributions of her father, friends, relatives, readers and criticizers who helped her to reach the heights up to the Nobel Prize in Literature. Okay, the train journey എന്താണ് സിംബലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ എന്താണ് സിംബലൈസ് ചെയ്യുന്നത് പഴയ ലൈഫിനെ ജീവിതത്തിനെയാണ് അതിലേക്ക് കാഴ്ചപ്പെടുന്നത് സിമ്പിൾ ആക്കി കാണിക്കുന്നത് സെൽമ ആരൊക്കെ താങ്ക്ഫുൾ ആവുന്നുണ്ട് ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ആരുടെയൊക്കെ ഫാദറിന്റെയും ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും റീഡേഴ്സിന്റെയും ക്രിറ്റിസിസം ഒക്കെ അതൊക്കെ ഹെൽപ്പ് ചെയ്തു അവിടെ എന്തിനെ നോബൽ പ്രൈസ് കിട്ടാനും എത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് സിംബലൈസ് ചെയ്യുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റൈറ്റേഴ്സ് ഫീലിംഗ്സ് ഓഫ് ഇൻഡെപ്റ്റ്നെസ് ടു നേച്ചർ സൈറ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്പീച്ച് എന്തൊക്കെയാണ് നമ്മുടെ നേച്ചർ പ്രകൃതിയുമായിട്ടുള്ള അല്ലേ കടബാധ്യതകളുടെ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയുമായിട്ട് കടപ്പെട്ടിട്ടിരിക്കുന്നുണ്ട് അതിനുള്ള ഉദാഹരണങ്ങൾ ഇതിൽ നിന്ന് പറയാനാണ് പറഞ്ഞത് എന്തൊക്കെയാണ് The writer says that she is not only indebted to the people in but the whole of nature as well. Only people ആയിട്ട് മാത്രമല്ല but എന്താണ് നേച്ചറുമായിട്ടും ഇൻഡെപ്റ്റഡ് ആണ് കടപ്പെട്ടിട്ടുണ്ട് എങ്ങനെ The animals walk the earth, the birds in the skies, the trees and flowers. They have all told her some of their secrets. The animals അവിടെയുള്ള ആനിമൽസ് ബേർഡ്സ് അല്ലേ അതുപോലെ മരങ്ങള് പക്ഷികള് പൂക്കള് ദേ ഓൾ ടോൾ അവരെല്ലാം എന്ത് പറഞ്ഞു സം ഓഫ് ദെയർ സീക്രട്ട് അവരൊക്കെ അവരുടെ ചില സീക്രട്സ് പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള അർത്ഥമാണ് കേട്ടോ they have all told her some of their secrets. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ her father had a prime role in shaping Selma's personality. സെൽമയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ ഫാദർ നല്ലൊരു പങ്കുണ്ടായിരുന്നു. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ദ ഫോളോവിംഗ് ഇൻ ഷേപ്പിംഗ് ഹർ ലൈഫ്. ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഓരോരുത്തരും റോൾ എഴുതണം. ഫാദർ റോൾ ഉണ്ട്, അതേപോലെ മറ്റു പലതിനും റോൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? നേച്ചറിന് റോൾ ഉണ്ടായിരുന്നു, ലിറ്ററേച്ചർ സാഹിത്യത്തിന് റോൾ ഉണ്ടായിരുന്നു, ആർട്ടിന് റോൾ ഉണ്ടായിരുന്നു, ഹർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഹർ റീഡേഴ്സ്. നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ഓരോ ചെറിയ പാരഗ്രാഫ് 3-4 സെന്റൻസിൽ നിങ്ങൾ എഴുതുന്ന ഓരോന്നിന്റെ റോൾ. ഫസ്റ്റ് വൺ നേച്ചറിന്റെ റോളാണ്, വായിക്കും. Nature and the people living with nature played a major role in shaping her writing career. Nature and the people living with nature. Nature താമസിക്കുന്ന ആൾക്കാർ പ്ലേഡ് ഒരു വലിയ മേജർ റോൾ അവളെ ഒരു റൈറ്റിംഗ് കരിയർ ഒരു എഴുത്തുകാരിയാക്കുന്നതിൽ നല്ല റോൾ ഉണ്ടായിരുന്നു. They inspire her by telling wonderful stories and playing the fool and singing songs. കളിക്കുന്നതിലും പാട്ട് പാടുന്നതിലും കഥ ഇൻസ്പയർ ചെയ്യുന്ന അവളെ ഇൻസ്പയർ ചെയ്യുന്ന കഥകൾ പറയുന്നതിലും ഒക്കെ നല്ല റോൾ വഹിച്ചു. Their stories were about water spirits, trolls and enchanted maidens. പുസ്തകത്തിൽ പറഞ്ഞത് തന്നെയാണ്. എന്തൊക്കെയാണ്? സ്പിരിറ്റ്സിനെ കുറിച്ചും ട്രോൾസിനെ കുറിച്ചും അല്ലെ മെയ്ഡൻസിനെ കുറിച്ചും ഒക്കെ ഉള്ള കഥകളൊക്കെയാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, ഒന്നും കൂടി വായിക്കും. They taught her that there is poetry in hard rocks and black forest. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഹാർഡ് റോക്കിലും കാട്ടിലും ഒക്കെ പോയട്രി ഉണ്ട്. She is indebted to the whole nature as well. നാച്ചുറൽ ഫുൾ ആയിട്ട് അവള് കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. The animals that walk on earth, the birds in the skies, the trees and flowers, they have all told us some of their secrets. നേരത്തെ പറഞ്ഞ അതേ സെന്റൻസ് തന്നെയാണ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് കുറെ നേച്ചറിന്റെ സീക്രട്സ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവളെ ചേഞ്ച് വന്നിട്ടുള്ളത്. അടുത്തത് ലിറ്ററേച്ചർ. As a child, Selma Lagerlöf used to read a lot.
Her father let her read the books of Tenggren, Runberg and Andersen. അവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അല്ലെ ഒരുപാട് വായിച്ചു ഫാദറാണ് വായിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. Her father taught her to love fairy tales and sagas of heroes. She remembers the old men and women and the vagabonds telling fairy tales and singing folk songs to her, which inspired her a lot in her writing career. ആ ഭാഗത്ത് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെയാണ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഇവരെ ഏതൊക്കെ കാര്യങ്ങളാണ് സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ കഥകൾ പറഞ്ഞ കാര്യങ്ങളും ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ ഫെയറി ടേൽസ് പറഞ്ഞത് പാട്ട് പാടിയത് ഫോക്ക് സോങ്സ് നാടൻ പാട്ടുകൾ പാടിയത് എല്ലാം അവിടെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് റൈറ്റിംഗ് കാര്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത പോയിന്റ് ആർട്ടാണ്. ആർട്ടിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? When she was young, her father used to play the piano and sing Bellman songs. He taught her to love fairy tales and sagas of heroes. She got enough opportunity to listen to the vagabonds playing the fool, singing songs and enjoying their mischief and mad pranks. ഓൾമോസ്റ്റ് അതേ പോയിന്റുകൾ തന്നെയാണ്. കാരണം രണ്ടെല്ലാം റിലേറ്റഡ് ആണ് അല്ലേ? ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ റിലേറ്റഡ് ആണ്. ഇവിടെ പാട്ട് പാടിയ കാര്യങ്ങളും കഥകൾ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും എഴുതാനുള്ളത്. She also got a chance to listen to the wonderful stories of old men and women, which also played a wonderful role in her shaping. കഥകളൊക്കെ ഉള്ള റോള് അവളെ ഷേപ്പ് ചെയ്യുന്നതിൽ നല്ല ലൈഫ് ഷേപ്പ് ചെയ്യുന്ന റോള് വഹിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. Her friends and family had the prime role in shaping her personality. She thankfully remembers first and foremost her old mother sitting back home happily receiving the good news. ഓൾഡ് മദറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ she also thinks of her good friends, brothers and sisters who would rejoice at her good fortune. ഫ്രണ്ട്സിനെ കുറിച്ച് ബ്രദേഴ്സിനെ കുറിച്ച് സിസ്റ്റേഴ്സിനെ കുറിച്ച് അവരൊക്കെ സന്തോഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നല്ല ഭാവി. She thinks about her faithful friend Isadil. ഒരു ഫ്രണ്ടിന്റെ പേര് മാത്രമല്ല ഇസഡിനെ കുറിച്ച് പറയുന്നുണ്ട്. Who tried to open doors for her when no one else believed. മറ്റാരും ബിലീവ് ചെയ്യാതെ വിശ്വസിക്കാത്ത സമയത്ത് ഡോർ ഓപ്പൺ ചെയ്ത് അവളെ വെൽക്കം ചെയ്ത് അല്ലെ അവളെ സഹായിച്ച് അവളുടെ കൂടെ നിന്ന ഇസൽഡ എന്ന് പറയുന്ന ഫ്രണ്ടിനെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. പിന്നെ അവളുടെ റീഡേഴ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത്? Selma Lagerlof, after receiving the Nobel Prize, thankfully remembers her readers who supported her. സപ്പോർട്ട് ചെയ്ത റീഡേഴ്സിനെ കുറിച്ച് പറയുന്നത് എന്താണ്? She wonders what would have become of her if no one wanted to read her books. ആരും പുസ്തകം വായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? She remembers all those who have written about her. അവളെ കുറിച്ച് എഴുതിയ ആൾക്കാരെ കുറിച്ചും പറയുന്നത്. കുറെ പേര് ഇവരെ കുറിച്ച് എഴുതിയിട്ട് അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്താണ് വിശദമായിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാപ്റ്റർ കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മുന്നത്തെ വീഡിയോ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ പറഞ്ഞ അതേ സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അർത്ഥം പറയാത്തത്. ഇതിനൊക്കെ അർത്ഥം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. She thinks with gratitude about all those foreign people who worked for her. Foreign people, മറ്റു രാജ്യങ്ങളിലെ ആൾക്കാർ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തവരെ. She thanks them both for their praise and for their criticism. രണ്ട് കാര്യങ്ങളും പ്രൈസിനും ക്രിട്ടിസൈസിനും. ഓക്കെ, ഇത്രയാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡസ് സെൽമ എക്സ്പ്രസ് ഹെർ ഗ്രാറ്റിറ്റ്യൂഡ്? എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് അവള് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? After receiving the Nobel Prize in Literature, in a moving speech, Selma Lagerlof expresses her gratitude to everybody who supported her. സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എവിടെ ചെയ്യുന്നുണ്ട്? ആ സ്പീച്ചിൽ, ഒരു ഈ പ്രൈസ് വാങ്ങിയിട്ടുള്ള സ്പീച്ചിൽ എല്ലാവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാ പറയുന്നത്? First and foremost, she wanted to thank her father and mother who played a prime role in shaping her personality. ആദ്യം ഫാദറിനും മദറിനും അല്ലേ അവരെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ച ഫാദറിനും മദറിനും. പിന്നെ in her speech, she envisages a significant moment in time with her departed father and reveals all her gratitude to everyone who supported her. ഫാദറിന്റെ അവളെ എങ്ങനെയൊക്കെ സഹായിച്ചുള്ള കാര്യങ്ങള് പിന്നെ സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. പിന്നെ അത്രയും കാര്യങ്ങളാണ് നമുക്കത് എഴുതാനുണ്ടാവുക അല്ലെ. അവളെ എന്തൊക്കെയാണ് പിന്നെ ആ സമയത്ത് സ്പീച്ചിൽ റിമെമ്പർ ചെയ്ത കാര്യങ്ങളൊക്കെ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. What do you think the speaker means by saying my biggest debt has not yet come? എന്റെ വലിയ ഡെപ്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? By saying my biggest debt has not come yet, the speaker means to speak about the biggest Academy Award, the Nobel Prize in Literature bestowed upon her. അതാണ് ഏറ്റവും വലിയ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടിയ നോബൽ പ്രൈസിനെ കുറിച്ചാണ് പറഞ്ഞത്. She wants to thank them for their trust in her.
to single her out before the whole ലോകത്തെ മുന്നിൽ ഒറ്റയായിട്ട് മുന്നിൽ നിർത്തുന്ന ആ ഒരു ട്രസ്റ്റ് വിശ്വാസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് അക്കോർഡിംഗ് ടു യു ഈസ് സെൽമ ലഗ്രോഫ് മെസ്സേജ് ടു ഹർ ഓഡിയൻസ് ആൻഡ് ടു അസ്? ഓഡിയൻസിനും നമുക്കുമുള്ള എന്ത് മെസ്സേജ് ആണ് സെൽമ തരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വായിക്കും. Her one and only one message to her audience and to us is that we should not forget to repay the debts of gratitude towards people who played major roles in shaping our personality. അതാണ് ഏറ്റവും വലിയ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു നമ്മളോട് പറയുന്നത് എന്താണ് സെൽമ? നമ്മളെ നമ്മളാക്കിയ അല്ലെ നമുക്ക് കാര്യങ്ങൾ ആകുന്ന ആൾക്കാർ ആരൊക്കെയാണോ, അപ്പൊ അതിൽ പ്രത്യേകം പറയുന്നത് ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം പറയുന്നത്, കല്ലും മരങ്ങളും പക്ഷികളും പ്രകൃതിയും മനുഷ്യന്മാരും ബന്ധുക്കളും എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ പറയുന്നുണ്ട്. ആരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ഉള്ള നന്ദിയും കടപ്പാടും അല്ലെ, നന്ദിയും കടപ്പാടും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് സെൽമ ഇതിൽ കൂടെ നമുക്ക് തരുന്നത്. അപ്പൊ അത്രയാണ് അതിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു സെക്ഷൻ നമുക്ക് എന്താണ് കൊടുത്തുള്ള ആക്ടിവിറ്റീസ്? ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിൽ ഒന്നാമത്തത്, സെൽമ ലഗ്രോഫ് ഹാസ് അറൈവ്ഡ് അറ്റ് സ്റ്റോക്ക്ഹോം ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. യു ആർ അസൈൻഡ് എ ടാസ്ക് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് ആൻഡ് വെൽക്കമിംഗ് ഹെർ ടു റിസീവ് ദ അവാർഡ്. നിങ്ങൾക്കൊരു ചാൻസ് തരികയാണ്. എന്ത്? സെൽമയെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പരിചയപ്പെടുത്തിയിട്ട് വെൽക്കം ചെയ്യണം ഈ ഒരു സ്റ്റേജിലേക്ക്. റൈറ്റ് എ ടെക്സ്റ്റ് ഫോർ ദ അനൗൺസ്മെന്റ്. അപ്പൊ അനൗൺസ് ചെയ്യുന്നത് നിങ്ങളാണ് അനൗൺസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് അനൗൺസ്മെന്റ് ചെയ്യാൻ, ടെക്സ്റ്റ് എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരു നോക്കിക്കൊള്ളു, ഏകദേശം ടെക്സ്റ്റ് ഇങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല, മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ എഴുതാം. ഒന്ന് വായിക്കൂ. Announcement. Your Majesties, Your Royal Highnesses, ladies and gentlemen, a very good evening to all of you. On this auspicious occasion, let me take the privilege of introducing the one and only Selma Lagerlöf, the Nobel laureate in literature for the year 1909. വലിയ സെന്റൻസുകളൊന്നും വലിയ കട്ടിയായ വാക്കുകളൊന്നും വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് എല്ലാവരെയും ആദ്യം നമ്മൾ ഒന്ന് വെൽക്കം ചെയ്യാണ്, എല്ലാവരും പറയാണ് എന്താണ് ഈ ഓസ്പിഷ്യസ് ഇത്രയും ഇങ്ങനത്തെ ഒരു ഒക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ എല്ലാവരും എന്റെ ഒരു പ്രിവിലേജ് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ആരെ? സെൽമ ലഗ്രോഫിനെ നോബൽ പ്രൈസ് കിട്ടിയ 1909 നോബൽ പ്രൈസ് കിട്ടി അവരെ വെൽക്കം ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കണക്കാക്കാണ്. പിന്നെ she is the first woman in history to win the Nobel Prize in literature. ലോകത്തെ ആദ്യത്തെ വനിതയാണ് നോബൽ പ്രൈസ് കിട്ടി. Moreover, she is the first woman to be granted a membership in the Swedish Academy. ഒരു മെമ്പർഷിപ്പ് കിട്ടിയ ആദ്യത്തെ വനിത കൂടിയാണ്. Basically, she is a teacher. ടീച്ചറാണ്. Her major works are The Story of Gustav Berling and Invisible Ink. ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അവരുടെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോറി ഏതൊക്കെയാണ്, രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. പിന്നെ let's welcome her with a standing ovation and grand applause. I invite the one and only Selma Lagerlöf to the stage to receive the Nobel Prize in Literature for the year 1909. അത്രേ ഉള്ളൂ അല്ലേ? നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഇത്രയും സെന്റൻസ് നമുക്ക് അനൗൺസ്മെന്റ് സെന്റൻസുകളായിട്ട് എഴുതാം. അടുത്ത സെക്കൻഡ് വൺ, ഇമാജിൻ യു ആർ സെൽമ ലഗ്രോഫ്. അടുത്ത നിങ്ങളാണ് സെൽമ എന്ന് കരുതിയിട്ട് റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസ് എൽ. അപ്പൊ ഫ്രണ്ട് ആരാണ്? എസ് എൽഡേക്ക് എന്ത് ചെയ്യുക? ഒരു ലെറ്റർ എഴുതുക. who played a crucial role in your literary journey. നിങ്ങളുടെ സാഹിത്യ ജീവിതത്തിൽ നല്ലൊരു റോൾ ഉണ്ട് നമുക്ക് അതിൽ പറയുന്നത് അല്ലേ? ബൈ ഓപ്പണിംഗ് ഡോർസ് വെൻ നോ വൺ എൽസ് ബിലീവ്ഡ് യു. മറ്റാരും വിശ്വസിക്കാതിരുന്നപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഫ്രണ്ടിനോട് ഒരു കത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കത്ത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലേസ് വെക്കണം, ഡേറ്റ് വെക്കണം, പിന്നെ നമ്മൾ സാലൂഷൻ തുടങ്ങണം. മൈ ഡിയർ എസ്എൽഡേ. Hope you're well. I wish you were here with me today. Do you remember what's happening tomorrow? ഞാൻ ഹോപ്പ് നിങ്ങൾ നന്നായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കാറുണ്ട് നീ എന്റെ കൂടെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നാളെ എന്താണ് നടക്കാൻ പോകുന്നത് നിനക്ക് അറിയോ? എന്താണ് നടക്കാൻ പോകുന്നത്? I'm in Stockholm to receive the Nobel Prize. It's overwhelming. My heart is filled with gratitude to my parents who shaped my life. I also remember you and everyone who supported me. I owe much to my readers too. What would I be without them? And to my international readers for their feedback. നമ്മളതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ? എന്റെ പാരന്റ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. നീ ഇല്ലാതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അല്ലേ? റീഡേഴ്സിനോടുള്ള ഞാൻ ഇത്ര കടപ്പെട്ടിരിക്കുന്നു പറയാണ്. അവരില്ലാതെ ഞാൻ എങ്ങനെ ആയിരിക്കുമായിരുന്നു അല്ലെ? ഇന്റർനാഷണൽ റീഡേഴ്സിനോടും അവരുടെ ഫീഡ്ബാക്കിനൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയാണ്. Most of all, thanks to the Academy for believing in me.
I can't thank you enough, SLJ, for all the love. Tomorrow is the award ceremony. I'll write you to after. Thank you again. Hope to see you soon. With love. ഇതിൽ പേര് കൊടുക്കുക അല്ലെ, സൽമാൻ പേര് കൊടുക്കുക. മോശപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട് എന്താണ് താങ്ക്സ് ടു അക്കാഡമിക് താങ്ക്സ് പറയണം, എന്നെ വിശ്വസിച്ചതിന്. ഞാൻ പിന്നെ നിനക്കുള്ള സ്നേഹം അല്ലേ, ടുമോറോ നാളെയാണ് അവാർഡ് സെറമണി, ഞാൻ അതിനുശേഷം നിന്നെ വിളിക്കാം, വീണ്ടും നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ കത്ത് അവസാനിപ്പിക്കാം. ഇത്രയാണ് അതിലുള്ളത്. അത് കഴിഞ്ഞ് ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ലാസ്റ്റ് വൺ ആക്ടിവിറ്റി. അത് നിങ്ങൾ ഒരു വേർഡ് പ്രോസസ് സോഫ്റ്റ്വെയർ നിങ്ങൾ കമ്പ്യൂട്ടർ ലാബിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഒരു വേർഡ് നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മൾ ലെറ്ററോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ പലതും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കമ്പ്യൂട്ടർ അധ്യാപകൻ്റെയും ഇംഗ്ലീഷ് അധ്യാപകൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ലാബിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ ഈ ക്ലാസ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ ഈ ആക്ടിവിറ്റി കഴിഞ്ഞ് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.